ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വളരെ ചെറിയൊരു റിസൾട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഇൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പോൾ നേരിട്ട് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അതാണ് നമ്മൾ ഈ തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫോർ all vectors x and y in a linear space H with an inner product. ഈ ലീനിയർ സ്പേസിൽ നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ട്. സോ വേറെ രീതി പറയുകയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. Then absolute value of inner product xy will be less than or equal to inner product of xx to the power 1 by 2 into inner product of yy to the power 1 by 2. Okay, ഇതാണ് കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഇൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. സോ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം ഞാനൊരു ഫംഗ്ഷൻ p ഫ്രം h to c or h to r എന്ന് എനിക്കിതിനെ പറയാം ഡിഫൈൻ ചെയ്യാണ്. such that p of x is equal to inner product xx to the power 1 by 2. സോ ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയുന്നുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുന്നു. സോ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും ആൻഡ് ഇറ്റ് വിൽ ബി എ റിയൽ നമ്പർ ഇറ്റ് സെൽഫ്. സോ പി എന്ന് പറയുന്നത് എച്ചിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഷുവർ ആണ്, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നതും സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഐ എം ടേക്കിംഗ് എക്സ് ആൻഡ് വൈ ഫ്രം എച്ച് ആൻഡ് ലെറ്റ് ലാംഡ എന്ന് പറയുന്നത് ഏതോ ഒരു സ്കെയിലർ ആണ്. ദെൻ പി ഓഫ് എക്സ് മൈനസ് ലാംഡ വൈ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. വിച്ച് ഇംപ്ലൈസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് ലാംഡ വൈ ദിസ് ഇസ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടു ദ പവർ 1 by 2 ഉണ്ട്. ഇവിടെ ഞാൻ എടുക്കുന്നത് പി ഓഫ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താവും? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് ലാംഡ വൈ minus lambda y x minus lambda y minus lambda y this is greater than or equal to 0. വീണ്ടും നമുക്ക് സ്കെയിലേഴ്സ് പുറത്തെടുക്കാനുണ്ട്. സോ ഹിയർ ഐ ഹാവ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ്. ഇവിടെ സെക്കൻഡ് ആർഗ്യുമെന്റിന്റെ കൂടെയാണ് സ്കെയിലർ ഉള്ളത്. സോ അത് പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു inner product xy എന്നാവും. Then minus lambda inner product yx. Then here I have a minus lambda and second argumentൽ വീണ്ടും ഒരു മൈനസ് ലാംഡ ഉണ്ട്. സോ അത് പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ലാംഡ ബാർ inner product yy
ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് കിട്ടി. ഇതിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്നുള്ളതിനെ എനിക്ക് പി എക്സ് സ്ക്വയർ എന്നെഴുതാം. അതുപോലെ ഈ ലാസ്റ്റ് ടേം അതിനെ എനിക്ക് പ്ലസ് മോഡ് ലാംഡ സ്ക്വയർ, ബിക്കോസ് ലാംഡ ബാർ ഈസ് ഈക്വൽ ടു മോഡ് ലാംഡ സ്ക്വയർ. ലാംഡ ഇൻറ്റു ലാംഡ കോൺജുഗേറ്റ് ഇസ് മോഡ് ലാംഡ സ്ക്വയർ. Then inner product yy can be written as p of y square minus lambda yx minus lambda yx whole bar, because I am writing inner product xy as inner product yx whole bar. Okay, so this is greater than or equal to 0. This implies p of x square plus absolute value of lambda square into p of y square here it is of the form lambda yx plus lambda yx conjugate. This is greater than or equal to 0. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. z പ്ലസ് സെഡ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്നാണ്. സോ ആ പ്രോപ്പർട്ടി ഞാനിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് പി ഓഫ് എക്സ് സ്ക്വയർ plus absolute value of lambda square into p of y square, then minus 2 times real part of lambda into inner product yx is greater than or equal to 0. Okay. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അസ്യൂം ചെയ്യാൻ പോവാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഫോർ ദ ടൈം ബീയിങ് ഐ ആം അസ്യൂമിങ് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഇസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ലാംഡ എന്ന് പറയുന്നത് ഏതോ ഒരു സ്കെയിലാർ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ലാംഡയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കാൻ പോവാണ്. I will take lambda as px square, p of x square divided by inner product of yx. ഇത് ഞാൻ ഈ 1 എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലാംഡയുടെ വാല്യൂ. സോ ലാംഡ സ്ക്വയർ, മോഡ് ലാംഡ സ്ക്വയർ എന്ന് പറയുന്നതാവും ആരാവും? ലാംഡ ഇതാണെങ്കിൽ മോഡ് ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ p of x to the power 4 by മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് yx സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് p of x സ്ക്വയർ പ്ലസ് മോഡ് ലാംഡ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് p of x to the power 4 by absolute value of inner product of yx square into p of y square minus 2 times real part of lambda, p of x square by inner product of yx into inner product of yx is greater than or equal to 0. Okay, now this will be p of x square plus, then we have p of x raised to 4 p of y square divided by absolute value of inner product yx square. It is same as inner product x. If you take absolute value, then both are same. Minus 2 times real part of inner product xy, inner product yx and inner product yx get cancelled. So I have 2 times real part of px square. This is greater than or equal to 0.
Now we know that px square means inner product xx. അത് ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് അത് ഓൾറെഡി ഒരു റിയൽ നമ്പർ ആണ്. സോ ഇഫ് യു ടേക്ക് റിയൽ പാർട്ട് ഓഫ് പി എക്സ് സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് പി എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ നമുക്കത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്താം. മാത്രമല്ല ആദ്യത്തെ രണ്ട് ടേംസ് നോക്കാം. ആദ്യത്തെ രണ്ട് ടേംസിലും നമുക്ക് കോമൺ ആയിട്ട് പി എക്സ് സ്ക്വയർ ഉണ്ട്. സോ പി എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് പി എക്സ് സ്ക്വയർ പി വൈ സ്ക്വയർ divided by absolute value of inner product xy square, okay, minus 2 times px square is greater than or equal to 0. So here I have 1 px square, here minus 2 px square. So രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് പി എക്സ് സ്ക്വയർ ആണ്. സോ ഓവറോൾ നമുക്ക് ഇതിനെ px square minus 1 plus px square py square by absolute value of inner product xy square is greater than or equal to 0 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് പി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഗ്രേറ്റർ ദാൻ ഇത് നോൺ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഫാക്ടറും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എക്സ് സ്ക്വയർ ഇൻറ്റു പി വൈ സ്ക്വയർ by absolute value of inner product xy square is greater than or equal to 1 എന്ന് കിട്ടും. നമ്മൾ എന്താ ചെയ്യുന്നത്? പി എക്സ് സ്ക്വയറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ 1 എന്നുള്ളത് -1 എന്നുള്ളത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ +1 രണ്ട് സൈഡിലും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get px square py square is greater than or equal to absolute value of xy square. Okay, throughout നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുക. So that we will get, ഞാൻ ഇനീക്വാലിറ്റി നേരെ തിരിച്ചെഴുതാണ്. Absolute value of inner product xy is less than or equal to p of x into p of y. What is p of x and p of y? It is inner product xx to the power 1 by 2, inner product yy to the power 1 by 2. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിലോ? ഇത് 0 ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതും equal to 0 ആയിരിക്കും അല്ലേ? This will be less than or equal to inner product xx to the power 1 by 2 into inner product yy to the power 1 by 2 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ inner product of xx എന്ന് പറയുന്നത് greater than or equal to 0 ആണ്. അതുപോലെ inner product of yy യും greater than or equal to 0 ആണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് greater than or equal to 0 ആണ്. If you take square root then itself then also it is greater than or equal to 0. So ആ കേസിൽ അത് ട്രിവിയൽ ആണ്. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഈക്വൽ ടു 0 ആവുന്ന കേസിൽ റിസൾട്ട് ഇസ് ട്രിവിയൽ. അപ്പം നമുക്ക് കോഷി-ഷോർട്ട്സ് ഇനീക്വാലിറ്റി ഇൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ട്. ഇനി ഒരു ചെറിയ കാര്യം കൂടി നമുക്കിവിടെ നോട്ട് ചെയ്യാം. അപ്പം നമ്മളൊരു പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തല്ലോ. എന്താണ് പി? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു ദ പവർ 1 by 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എച്ചിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി എപ്പോഴാണ്
പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുക? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു ദ പവർ 1/2 ഈക്വൽ ടു 0 ആകുമ്പോൾ സ്ക്വയർ റൂട്ട് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ഇതിന് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ വി ഹാവ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി പിയുടെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് പി ഓഫ് ലാംഡ എക്സ്? പി ഓഫ് ലാംഡ എക്സ് എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ എക്സ് ടു ദ പവർ 1/2. ഓക്കെ, ഞാൻ അതിന്റെ സ്ക്വയർ നോക്കാം. സ്ക്വയർ നോക്കുമ്പോൾ എനിക്ക് സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആർഗ്യുമെന്റിൽ നിന്ന് എനിക്ക് ലാംഡ ഔട്ട് സൈഡ് എടുക്കാം. സെക്കൻഡ് ആർഗ്യുമെന്റിൽ നിന്ന് ലാംഡ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അത് കോൺജുഗേറ്റ് ആയിട്ടാണ് പുറത്തു വരിക. സോ ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ്. എന്ന് വെച്ചാൽ എന്താണ്? മോഡ് ലാംഡ സ്ക്വയർ, ഇവിടെ മോഡ് ലാംഡ സ്ക്വയർ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ്. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഈസ് നത്തിങ് ബട്ട് പി എക്സ് സ്ക്വയർ. സോ ഇനി നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ റൂട്ട് എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് എടുക്കുന്നത്. വി ഹാവ് പി ഓഫ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് പി ഓഫ് എക്സ് പ്ലസ് വൈ? പി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് പ്ലസ് വൈ ടു ദ പവർ 1/2 ആണ്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് എന്താണെന്ന് നോക്കാൻ പോണത്. പി ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് പ്ലസ് വൈ. ഫസ്റ്റ് ആർഗ്യുമെന്റിലെ ലീനിയാരിറ്റി, സെക്കൻഡ് ആർഗ്യുമെന്റിലെ കോൺജുഗേറ്റ് ലീനിയാരിറ്റി ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വൈ എക്സ് എന്ന് കിട്ടും. ഇതിൽ ആദ്യത്തെ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്നുള്ളതിനെ നമുക്ക് പി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദെൻ inner product yy can be written as py square plus inner product xy plus inner product xy conjugate. Inner product yx can be written as inner product xy conjugate. So this is of the form z plus z bar. So it is 2 times real part of z. So this is equal to px square plus py square plus 2 times real part of inner product xy. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നമുക്കറിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ്. സോ അത് ഞാനിവിടെ യൂസ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പി ഓഫ് വൈ സ്ക്വയർ പ്ലസ് 2 ടൈംസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ എന്ന് ഞാൻ ആക്കുകയാണ്. ഇവിടെ എനിക്ക് ഇനി ഈക്വാലിറ്റി ആയിരുന്നത് ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാലിറ്റി ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? പി ഓഫ് എക്സ് പ്ലസ് വൈയുടെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പി ഓഫ് വൈ square plus 2 times absolute value of inner product xy. Then ഞാൻ Cauchy-Schwarz inequality ഇവിടെ യൂസ് ചെയ്യാണ്. ഇവിടെ Cauchy-Schwarz inequality യൂസ് ചെയ്താൽ this is less than or equal to p of x square plus p of y square plus 2 times inner product xx to the power 1/2 inner product yy to the power 1/2 according to Cauchy-Schwarz inequality. Okay, ഇതിപ്പോൾ എന്താ നോക്കിയേ? p of x square
plus p of y square plus 2 times inner product xx to the power 1 by 2 is p of x. Inner product yy to the power 1 by 2 is p of y. Okay, which is p of x plus p of y the whole square. ഇനി നമ്മൾ ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടി? p of x plus y less than or equal to p of x plus p of y എന്ന് കിട്ടി. p of xന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്? ഇറ്റ് ഇസ് നോൺ നെഗറ്റീവ്, equal to 0 if and only if x equal to 0. p of lambda x is absolute value of lambda into p of x and it satisfies triangle inequality. നമുക്ക് പറയാം p from h to r എന്ന് പറയുന്നത് this is a norm on h. So if you have an inner product, using that you can always define a norm. ഇപ്പോൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും ഒരു നോംഡ് സ്പേസ് ആണ്. ഓക്കെ, എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു നോം ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ എവരി ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ക്യാൻ ബി വ്യൂഡ് ആസ് എ നോംഡ് സ്പേസ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോഷി-ഷോർട്ട്സ് ഇനീക്വാലിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇനിയുള്ള സെഷനുകളിൽ തുടർന്ന് കൊണ്ടുപോകും. സോ ഓൾ ദി ബെസ്റ്റ്.